ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ കബ് തക് എന്ന കവിത നോക്കാം. ഈ കവിത എഴുതിയത് വന്ദന ടെറ്റയാണ്. കബ് തക് എന്നതിൻ്റെ അർത്ഥം എപ്പോൾ വരെ. കബ് എപ്പോൾ, തക് വരെ, എപ്പോൾ വരെ. ഓരോ വരിയും നോക്കാം. കബ് തക് ജോഹത്തെ രഹോഗേ, എത്ര നാൾ പ്രതീക്ഷയോടെ ഇരിക്കും. ജോഹത്തെ രഹേ, പ്രതീക്ഷിക്കുക, എത്ര നാൾ പ്രതീക്ഷിക്കും. അപ്പിനെ പഹച്ചാൻ ജാനിനെ, സ്വന്തം തിരിച്ചറിയാനായിട്ട്, നമ്മെ സ്വയം തിരിച്ചറിയാനായിട്ട്. പഹച്ചാൻ, തിരിച്ചറിയുക, എത്ര നാൾ നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കും സ്വയം തിരിച്ചറിയാനായിട്ട്. കേലിയെ ദൂസരെ കാ മുഹ്, ദൂസരെ മറ്റുള്ളവരുടെ, മുഹ്, മുഹിൻ്റെ അർത്ഥം വായ് എന്നാണ്. ഇവിടെ മറ്റുള്ളവരുടെ വാക്കുകൾക്കായിട്ട്. ഔർ കബ് തക് ആശ്രയമേം, എത്ര നാൾ ആശ്രയിച്ചിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾക്കായിട്ട് എത്ര നാൾ ആശ്രയിച്ചിരിക്കും. ആശ്രയം എന്ന് പറഞ്ഞാൽ ആശ്രയം. രഹോഗേക്ക് കോയി ആയേ, കോയി ആയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ, ആരെങ്കിലും ഉണ്ടാകുമോ. ഔർ തുമ്ഹാരേ ലിയേ ലഡേ, നിങ്ങൾക്കായി യുദ്ധം ചെയ്യാൻ ആരെങ്കിലും വരുമോ. കബ് തക് ഖുഷ് ഹോത്തെ രഹോഗേ, എത്ര നാൾ സന്തോഷത്തോടെ ഇരിക്കും. കബ് തക് ഖുഷ് ഹോത്തെ രഹോഗേ കി ഉൻകി കഹാനി മേം, എത്ര നാൾ സന്തോഷത്തോടെ ഇരിക്കും. ഖുഷ് എന്നാൽ സന്തോഷം, എത്ര നാൾ സന്തോഷത്തോടെ ഇരിക്കും. ഉൻകി കഹാനി മേം, അവരുടെ കഥകളിലൂടെ, മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയുന്ന അവരുടെ കഥകളിലൂടെ എത്ര നാൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. തുമ്ഹാര ജിക്ർ ഹേ കി തുമ്ഹാര ഇതിഹാസ്, തുമ്ഹാര നിങ്ങളുടെ, ജിക്ർ, ജിക്ർ എന്ന് പറഞ്ഞാൽ വിവരണം, നിങ്ങളുടെ വിവരണം നിങ്ങളുടെ ഇതിഹാസമാണ്. തുമ്ഹാര ഇതിഹാസ്, നിങ്ങളുടെ ഒരു ചരിത്രമാണ്. നിങ്ങളുടെ വിവരണം നിങ്ങളുടെ ചരിത്രമാണ്. ഇതിഹാസ് എന്നാൽ ചരിത്രം. തുമ്നെ നഹി ഉസ്നെ ലിഖാഹേ, നിങ്ങളല്ല എഴുതിയത്, അവനാണ് എഴുതിയത്. അതായത് നിങ്ങളല്ല എഴുതിയത്, മറ്റുള്ളവരാണ് എഴുതിയത്. എന്താണ് ഇവിടെ പറയുന്നത്? എത്ര നാൾ നമ്മളെ തിരിച്ചറിയാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയുന്ന, അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന കേൾക്കാനായിട്ട് എത്ര നാൾ നമ്മൾ അവരെ ആശ്രയിച്ചിരിക്കും. ആരെങ്കിലും ഉണ്ടാവുമോ നമുക്കായി പോരാടാൻ? നമ്മൾ തന്നെ നമുക്കായി പോരാടണം. നമ്മൾ തന്നെ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര നാൾ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ട് അതിലൂടെ നമ്മൾ സന്തോഷിച്ചിരിക്കും. നമ്മളെക്കുറിച്ചുള്ള അവരുടെ വർണ്ണന എന്ന് പറയുന്നത്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വർണ്ണിക്കുന്നത് നമ്മളുടെ തന്നെ ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രം നമ്മൾ എഴുതിയതല്ല, മറ്റുള്ളവരെ എഴുതിയതാണ് എന്നാണ് പറയുന്നത്. അടുത്ത പേജ്. കബ് തക് ചോഹത്തെ രഹോഗേ, എത്ര നാൾ പ്രതീക്ഷിച്ചിരിക്കും. അവതാരോങ്കെ ആഗമൻകി ബാട്ട്, എത്ര നാൾ അവതാരങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കും. ആഗമൻ, വരവ്. കി ഹോ സകെ തുമ്ഹാര ഉദ്ധാർ, കി ഹോ സകെ കഴിയുമെങ്കിൽ, തുമ്ഹാര ഉദ്ധാർ നിങ്ങളുടെ ഉയർത്തൽ, നിങ്ങളുടെ ആ ഉയർന്നു വരവ്. ക്യോം കരേഗ കോയി തുമ്ഹാരി, ആരെങ്കിലും ചെയ്യുന്നത് എന്തിനാണ്. അതായത് നിങ്ങളുടെ ഉദ്ധാനം മറ്റാരെങ്കിലും ചെയ്യുന്നത് എന്തിനാണ്. വ്യഥാക്ക നിരാകരൺ, വ്യഥാക്ക നിരാകരൺ വേദനയെ അകറ്റി. അപ്പനെ വ്യഥ ബഡാനെ കേലിയെ, സ്വന്തം വേദനയായി കൂട്ടാനായിട്ട്. ഇസ്ലിയെ ബദലോ, അതുകൊണ്ട് മാറൂ. കി എന്തെന്നാൽ. സമയ ബദൽ ചുക്കാഹെ, സമയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നഹി ദേത്ത അബ് കോയി, ഇനി ആരും നൽകില്ല. അപ്പന നിവാല, അവരുടെ ചോറുരുള ഇനി ആരും നൽകില്ല. നിവാല ചോറുരുള. നഹി ദേത്ത അപ്പന ഗാൽ, കൊടുക്കരുതിനി നമ്മുടെ കവിൾ, കൊടുക്കരുതിനി ഗാൽ കവിൾ. ഔർ നഹി രക്ത കോയി, ആരും എടുത്തുവയ്ക്കില്ല. അപ്പനെ സർ പർ ജൂത്തി, ആരും എടുത്തു വയ്ക്കില്ല സ്വന്തം തലയിൽ ചെരുപ്പ്. സർ തല, ജൂത്തി ചെരുപ്പ്. കി ആത്മസമ്മാൻ സെ ബഡി കോയി ചീസ് നഹി ഹോത്തി, ആത്മസമ്മാൻ സെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് ഒരു സാധനവും ഇല്ല. നാം സ്വയം തിരിച്ചറിയണമെന്നാണ് ഈ കവിതയിലെ കവയിത്രി പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ അകറ്റാനോ നമുക്ക് വേണ്ടി പോരാടാനോ മറ്റാരുമില്ല. നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നമ്മൾ തന്നെ അകറ്റണം. ഒരു മേഖലയിലും പിന്നിലാവരുത്.